Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about methods of pricing. The pricing methods are the ways in which the price of goods and services can be calculated by considering all the factors such as the product or services competition, target audience, firm's vision of expansion, etc. Pricing methods എന്ന് പറയുന്നത് പല ഡിഫറെൻറ്റ് രീതിയിലുള്ള ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്ന കോമ്പറ്റീഷൻ, ടാർഗറ്റ് ഓഡിയൻസ്, ആ ഫേമിൻ്റെ വിഷൻ, എക്സ്പാൻഷൻ, ഇത്തരം കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ പ്രൈസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സിനെയാണ് നമ്മൾ പ്രൈസിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. The pricing methods can be broadly divided into two groups: cost-oriented method and market-oriented method. At first, let us see what are the different pricing methods under the head cost-oriented method. Cost plus pricing. It is a method of pricing in which certain percentage of profit is added to the cost involved in order to arrive at the price. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായി എത്ര കോസ്റ്റ് ഉണ്ടായി അതിൻ്റെ കൂടെ ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്തുകൊണ്ട് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസിലേക്ക് എത്തിച്ചേരുന്ന മെത്തേഡിനെയാണ് നമ്മൾ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. മാർക്ക് അപ്പ് പ്രൈസിംഗ്. ഇറ്റ് ഈസ് എ വേരിയേഷൻ ഓഫ് കോസ്റ്റ് പ്രൈസിംഗ്. ഇൻ ദിസ് കേസ് മാർക്ക് അപ്സ് ആർ കാൽക്കുലേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ് and not as a percentage of cost price. Firms that use cost-oriented method use markup pricing. Markup പ്രൈസിംഗ് എന്ന് പറയുന്നത് മാർക്കപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റിനെയാണ്. അതായത് നമ്മൾ നേരത്തെ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് മെത്തേഡിൻ്റെ അകത്ത് പറഞ്ഞു നമ്മൾ കോസ്റ്റിൻ്റെ ഒരു ശതമാനം പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രൈസിംഗിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ മാർക്കപ്പ് പ്രൈസിങ്ങിൻ്റെ അകത്ത് കോസ്റ്റിൻ്റെ ഒരു ശതമാനമല്ല, സെല്ലിംഗ് പ്രൈസിൻ്റെ ഒരു ശതമാനം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും അത് ആഡ് ചെയ്തുകൊണ്ട് പ്രൈസ് കണ്ടെത്തുന്ന ഒരു മെത്തേഡാണ് മാർക്ക് അപ്പ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ടാർഗറ്റ് പ്രൈസിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൈസിംഗ് ഇൻ വിച്ച് the selling price of a product is determined first and then the cost is calculated by reducing the profit margin. The price which is used as starting target price is based on the highest competitive price in the market which customer might want to pay for the product or service. Target pricing അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ സെല്ലിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയും അതനുസരിച്ച് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക. അതായത് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സ് എത്രത്തോളം ആ പ്രോഡക്റ്റിന് പേ ചെയ്യാൻ വില്ലിങ് ആണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് പ്രോഡക്ട്സിന് എത്രത്തോളം പ്രൈസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു കോമ്പറ്റേറ്റീവ് പ്രൈസിൽ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം പ്രോഫിറ്റ് മാർജിൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നൊരു മെത്തേഡാണ് ടാർഗറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. Break-even pricing. It is a practice of setting a price point at which business gets no profit at the level of sales. The intention is to use low price as a tool to gain market share and drive competitors from the marketplace. Once it has driven out competitors, the company can raise its price sufficiently to earn a profit. ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ പ്രൈസ് സെറ്റ് ചെയ്യുക. അതായത് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന സിറ്റുവേഷനിൽ പ്രൈസ് ഫിക്സ് ചെയ്യുകയും അതുവഴി മാക്സിമം മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യുക. അതായത് ലോ പ്രൈസിൽ പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാക്സിമം മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്തുകൊണ്ട് കോമ്പറ്റീറ്റേഴ്സിനെ മാർക്കറ്റിൽ നിന്നും പുറത്താക്കുന്ന രീതിയാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ഇത്തരത്തിലൊരു കോമ്പറ്റീറ്റർ കംപ്ലീറ്റ്ലി കോമ്പറ്റീഷനിൽ നിന്നും ഔട്ടായതിനു ശേഷം പിന്നീട് പയ്യെ പ്രൈസ് നമുക്ക് റേസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഒരു ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന സിറ്റുവേഷനിൽ പ്രോഡക്റ്റിനെ പ്രൈസ് ചെയ്യുന്നതിനാണ് ബ്രേക്ക് ഈവൻ പ്രൈസിങ് എന്ന് പറയുന്നത്. ഏർലി ക്യാഷ് റിക്കവറി പ്രൈസിങ്. It is a method of pricing employed by some firms which think of early recovery of investment involved when market forecast suggests that the life of the market is likely to be short. In such situation, firms may fix a price level which would maximize short-term revenue and reduce the firm's medium-term risk.
ഏർലി ക്യാഷ് റിക്കവറി പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് സമയം കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് മാക്സിമം റിക്കവർ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു മാർക്കറ്റ് ഫോർകാസ്റ്റ് അനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിന് അധികം നാളെ മാർക്കറ്റ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹൈ പ്രൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാക്സിമം റവന്യൂ ഏൺ ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്ത് ആ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രൈസിംഗ് മെത്തേഡാണ് ഏർലി ക്യാഷ് റിക്കവറി പ്രൈസിംഗ് എന്ന് പറയുന്നത്. Now let us look into the pricing methods which come under the head market oriented methods. Perceived value pricing. Pricing a product on the basis of what the customer is ready to pay for it is called a perceived value pricing. A firm sets the price of a product by considering what product image a customer carries in his mind and how much he is willing to pay for it. ഒരു കസ്റ്റമർ നമ്മുടെ പ്രോഡക്റ്റിന് എത്രത്തോളം വാല്യൂ കൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറിന് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ബ്രാൻഡ് ഇമേജ് മനസ്സിലാക്കിക്കൊണ്ട് ആ കസ്റ്റമർ എത്ര രൂപയാണ് നമ്മുടെ പ്രോഡക്റ്റിന് പേ ചെയ്യാൻ വില്ലിങ് ആവുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രോഡക്റ്റിനെ പ്രൈസ് ചെയ്യുന്നൊരു മെത്തേഡാണ് പെർസീവ്ഡ് വാല്യൂ പ്രൈസിംഗ് എന്ന് പറയുന്നത്. Going rate pricing. It is a method of pricing adopted by firms wherein the product is priced as per the rates prevailing in the market, especially on par with the competitors. In this case, the benchmark for setting prices is the price set by major competitors. മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോഡക്റ്റിനെ മാർക്കറ്റ് വാല്യൂ എന്തുണ്ട്, എസ്പെഷ്യലി കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്താണ്, അതനുസരിച്ച് പ്രോഡക്റ്റിനെ പ്രൈസ് ചെയ്യുന്നതിനാണ് ഗോയിങ് റേറ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രൈസിംഗ് ഫോളോ ചെയ്യുമ്പോൾ മെജോറിറ്റിയും മേജർ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ മാർക്കറ്റ് ലീഡറിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്താണ്, ആ ഒരു പ്രൈസുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് കൂടുതലും ശ്രമിക്കുക. സീൽഡ് ബിഡ് പ്രൈസിംഗ്. ദിസ് പ്രൈസിംഗ് is adopted in case of large orders or contracts, especially those of industrial buyers or government department. The firm submit sealed bids for jobs in response to an advertisement. In this case, the buyer expects the lower possible price and the seller is expected to provide the best possible quotation or tender. If the firm wants to win a contract, then it has to submit a lower price bid. Sealed bid pricing എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കൂടുതലുമായിട്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു വലിയ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സിലെല്ലാം പ്രൈസിങ്ങിന് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതായത് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളൊരു കസ്റ്റമറിൽ നിന്നും ഒരു ടെൻഡർ സ്വീകരിക്കുക. ആ കസ്റ്റമർ എത്രത്തോളം കുറച്ച് കോട്ട് ചെയ്യുന്നു, ആരാണ് ഏറ്റവും കുറച്ച് കോട്ട് ചെയ്യുന്നു, അവർക്കായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നത്. പക്ഷേ ഒരു കോൺട്രാക്റ്റ് വിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും സെല്ലർ കൊടുക്കുന്നത്, ഇന്ന പോലെ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിന് എത്രത്തോളം എഫിഷ്യൻറ്റ് പ്രൈസ് കിട്ടും എന്നുള്ളതാണ് സെല്ലർ കരുതുന്നതെങ്കിൽ ബയർ നോക്കുന്നത് എത്രത്തോളം കുറഞ്ഞ പ്രൈസിന് മേടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സീൽഡ് ബിഡ്, നമ്മൾ ടെൻഡർ എന്നൊക്കെ കേട്ടിട്ടില്ല, ടെൻഡർ നമ്മളൊരു പ്രൈസ് കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റിന് മേടിക്കാൻ തയ്യാറുള്ള പ്രൈസ് കോട്ട് ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റ് വഴി സെയിൽ നടത്തുന്നതിനാണ് നമ്മൾ സീൽഡ് ബിഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. Negotiated pricing. It is a method of pricing in which the price is determined at the time of sale on the basis of bargaining. This method is followed by industrial suppliers. It is commonly used when the product is manufactured according to the specification of the buyer. നെഗോഷിയേറ്റഡ് പ്രൈസിങ് ആ പേരിൽ തന്നെ ഉണ്ട് ഏത് മെത്തേഡാണ്. അതായത് ഒരു പോയിന്റ് ഓഫ് സെയിൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതായത് കസ്റ്റമറുമായി ബാർഗെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു പോയിന്റ് ഓഫ് സെയിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നെഗോഷിയേറ്റഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. കൂടുതലും കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റിനാണ് ഇത്തരത്തിൽ നെഗോഷിയേറ്റഡ് പ്രൈസിംഗ് യൂസ് ചെയ്യുക. ഒരു മാനുഫാക്ചറർ ഒരു ബയറിന് വേണ്ടി സ്പെസിഫിക്കേഷൻസ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു പ്രോഡക്റ്റിനാണ് നമ്മൾ കൂടുതലും നെഗോഷിയേറ്റഡ് പ്രൈസിംഗ് യൂസ് ചെയ്യാറ്. Prestige pricing. It is a market strategy that involves keeping a high price for a product or service to communicate high quality or luxury. It is a technique often employed for high-end products since low price can be translated into low quality by target consumers. Prestige pricing ഒരു പ്രോഡക്റ്റിൻ്റെ ഹൈ ക്വാളിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലക്ഷറി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റിനെ ഹൈ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രസ്റ്റീജ് പ്രൈസിംഗ് എന്ന് പറയുക. അതായത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഹൈ
ലക്ഷറിയസ് പീപ്പിൾ ആണെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ പ്രൈസിൽ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ലോ പ്രൈസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിന് ക്വാളിറ്റി കുറവാണ് എന്ന് മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈ പ്രൈസിൽ പ്രോഡക്റ്റിനെ പ്രൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്രസ്റ്റീജ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. Monopoly pricing. It refers to the pricing of a product by a monopoly concern. As there is no competition, the monopolist is free to fix the selling price. When a new product is introduced into the market, its price will be monopoly price. മോണോപ്പൊളി പ്രൈസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലെങ്കിൽ നമ്മളാണ് അവിടെ മോണോപ്പൊളിസ്റ്റ്. അതായത് മറ്റ് കോമ്പറ്റീഷൻ ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് എന്ത് പ്രൈസ് വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കൂടുതലും ഒരു പുതിയ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിന് നല്ലൊരു ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് മോണോപ്പൊളിയോടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. 2 ഹെഡിന് അണ്ടറിലുള്ള പ്രൈസിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. കോസ്റ്റ് ഓറിയൻറ്റഡ് മെത്തേഡ് ആൻഡ് മാർക്കറ്റ് ഓറിയൻറ്റഡ് മെത്തേഡ്. അപ്പോൾ ഇതിനെ ബേസിൽ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.